എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നോ ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. എൻ്റെ ബോംബെയിലുള്ള പ്രിയപ്പെട്ടവർ അവിടെയൊക്കെ വെള്ളമൊക്കെ കയറിയോ, ഇവിടെ അടുത്തൊക്കെ വെള്ളം കയറി റോഡൊക്കെ ബ്ലോക്കാക്കി വെച്ചേക്കുവാന്ന് പറയുന്നു. നമ്മുടെ ഇവിടെ ഒന്നും കുഴപ്പമില്ല. അതുപോലുള്ള കണ്ടിന്യൂസ് ഇങ്ങനെ ചാറി ചാറി നിൽക്കുവാന്നേലും വെള്ളം പെട്ടെന്ന് കിട്ടും. കാരണം ഭൂമിയിലോട്ട് അടിയിലോട്ട് താഴാൻ പെട്ടെന്ന് താഴെ നമ്മുടെ നാട്ടിലുള്ള ഈ പറമ്പിലൊക്കെ വെള്ളം താഴുന്ന പോലെ ഇത് ഇവിടെ പെട്ടെന്ന് അങ്ങനെ താഴത്തില്ല. അപ്പോൾ പിന്നെന്തുകൊണ്ട് ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് കമൻസ് ഇട്ട എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. പുതിയതും പഴയതും എല്ലാവർക്കും നന്ദി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയും നിങ്ങൾ കണ്ടിട്ട് കമൻസൊക്കെ ഇടണം കേട്ടോ. ഓക്കെ, പിന്നെന്തുവാ, പ്രൈസമോൻ ഇന്നാണെങ്കിൽ രാവിലെ ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തായിരുന്നു ഹെവി റെയിൻ കാരണം ഇന്ന് സ്കൂളൊന്നുമില്ലെന്ന്. പക്ഷേ സ്കൂളിൽ നിന്ന് ഇവർക്ക് സ്കൂള് 12:15 ആകുമ്പോഴാന്നേലും ഇവിടുന്ന് കൊച്ചു 11:30 ആകുമ്പോഴത്തേന് പോകുമല്ലേ. അപ്പോഴത്തേക്കിനും ബസ് വന്ന് പോയി. അത് കഴിഞ്ഞാൽ ഇത് വന്നത്. ചില സ്കൂളുകളിൽ ഉണ്ടായിരുന്നു, ചിലയിടത്ത് ഇല്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. വന്നപ്പോൾ തൊട്ട് മഴയാണ്. ഈ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിൽ ഇരിക്കുന്നവർക്ക് കുഴപ്പമില്ല. റെയിൻ കോട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഇത്രയും മഴയത്തൊക്കെ വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ ഒത്തിരി പ്രയാസമാണ്. ഓക്കെ, രാവിലെ ചായ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. പിള്ളേർക്ക് കൊടുക്കാനുള്ളത് കൊടുത്ത്, ഡാഡിക്കും ടീച്ചറൊക്കെ കൊടുത്ത് എൻ്റെ ചായ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് പോഹയാണ്. അപ്പം അതിനായിട്ട് ഇന്ന് ഞാൻ ഇച്ചിരി ഉരുളൻകിഴങ്ങും ചേർക്കുന്നുണ്ട്. ഉരുളൻകിഴങ്ങ് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞിട്ട്, ഇവിടെ ഞാൻ പറഞ്ഞില്ല ഈ പിള്ളേർ ഈ കപ്പലണ്ടി ഇടുന്നത് അവന്മാർക്ക് ഇഷ്ടമല്ലെന്ന്. അപ്പോൾ പ്രൈസിന് ഉരുളൻകിഴങ്ങ് താല്പര്യമില്ല, പോളിന് പക്ഷേ ഉരുളൻകിഴങ്ങിനോട് ഇത്തിരി താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഉരുളൻകിഴങ്ങ് ചേർത്താൽ കപ്പലണ്ടി ഞങ്ങൾക്ക് സെപ്പറേറ്റ്, ഇവർക്ക് സെപ്പറേറ്റ് എടുത്ത് മാറ്റിയിട്ട് ഇച്ചിരി ഇടാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ ഒരു ഉരുളൻകിഴങ്ങ് എടുത്ത് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സവാളയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. കഴിഞ്ഞ സൺഡേയിൽ അതിന് മുമ്പിട്ട സൺഡേയിൽ ഞങ്ങൾക്ക് ഈ പോഹയായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ ചെറിയ പീസാക്കി അവർ ബോയിൽ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കൊഴുക്കട്ടയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മിക്കയിടത്തും കൊഴുക്കട്ട ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഓമനാൻ്റിയുടെ അവിടെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ദീപ മുംബൈ അച്ചായൻസ് ദീപയുടെ വീട്ടിൽ കൊഴുക്കട്ട ഇഷ്ടമാണെന്ന് പറഞ്ഞ് എനിക്കും കൊഴുക്കട്ട ഇഷ്ടം. എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മടക്കപ്പം ആണെങ്കിലും എനിക്ക് ഇഷ്ടമാണ്. വെച്ചാൽ തേങ്ങയും ശർക്കരയൊക്കെ ചേരുമ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. അപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ നിങ്ങളോടൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഈ ടിഫിൻ ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് റെസിപ്പി പറഞ്ഞു തന്നാൽ ഞാനും ഇടായിരുന്നു. കാരണം ഓരോ ദിവസവും ഈ ടിഫിനാണ് എനിക്ക് പറ്റാത്തത്. ഇപ്പം അത് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാം ഇവർ കഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ അവർക്ക് ഓരോന്ന് ഇഷ്ടപ്പെടും, ഓരോന്ന് ഇഷ്ടപ്പെടത്തില്ല. ആ ഒരു പ്രശ്നമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇച്ചിരി കപ്പലണ്ടി ഇങ്ങനെ വറുത്തിങ്ങ് കോരിയേ. ഞാൻ പറഞ്ഞില്ല ഇവിടെ എനിക്കും വിളിച്ചാലും ഡാഡിക്കൊക്കെ കപ്പലണ്ടി ഇത് ഇടുന്നത് ഇഷ്ടമാണ്. പക്ഷേ ഇവന്മാർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ചിന്തിച്ചിന്ന് അവന്മാർക്ക് സെപ്പറേറ്റ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് പിന്നെ ചേർക്കാമെന്ന്. പച്ചക്കപ്പലണ്ടിയാണ് ഇവിടെ കൂടുതലും കിട്ടുന്നത്. നമുക്ക് നാട്ടിലാണെങ്കിൽ നല്ല വറുത്ത കപ്പലണ്ടിയല്ലേ കിട്ടുന്നത്. ഞാൻ മിക്കവാറും നാട്ടിൽ പോയിട്ട് വരുന്നുണ്ടേ നാട്ടിൽ നിന്ന് കപ്പലണ്ടി കൊണ്ടുവരും. അത് നല്ല കപ്പലണ്ടിയാണ്. 2 കിലോ കപ്പലണ്ടി കൊണ്ടുവന്ന് ഇടയ്ക്കൊക്കെ നമുക്ക് ആ ടേസ്റ്റ് എത്ര ആണെങ്കിലും നമ്മളിങ്ങനെ വറക്കുമ്പോൾ അത്ര അങ്ങോട്ട് പറ്റത്തില്ല. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ പിള്ളേർ ചിലപ്പം ഇരുമ്പം പുളി അല്ലെങ്കിൽ ഈ ചീമനെല്ലിക്കാന്ന്, ഞങ്ങളുടെ നാട്ടിൽ ചീമനെല്ലിക്ക എന്നാണ് പറയുന്നത്. ഒരു സൈസ് പച്ച കളറിലെ ഇങ്ങനെ കൊലയായിട്ട് കായ്ക്കും. അതെ, പിന്നെ ഈ ചതുരപ്പുളി അതൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്കെന്ത് കൊതിയാണ്. ചാമ്പയ്ക്ക ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര കൊതിയാണ് നമുക്ക് ഒരെണ്ണം കിട്ടാൻ. പക്ഷേ നമ്മളിപ്പോൾ ഒരിത്തിരി വലുതായി നമ്മുടെ വീട്ടിൽ ഈ ചാമ്പയ്ക്ക, കമ്പിളി നാരങ്ങ ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പൊഴിഞ്ഞു പോയാൽ നമുക്കിപ്പോൾ അതൊന്നും തിന്നാൻ സമയമില്ല. പക്ഷേ ഞാനിപ്പം ഇവിടെ ആയതുകൊണ്ട് എനിക്ക് പക്ഷേ അതൊക്കെ ഭയങ്കര വാല്യൂ. നാട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചാമ്പയ്ക്കൊക്കെ ആണെങ്കിൽ അങ്ങ് തറയെ പോയാൽ പോലും വേണ്ട. അതൊക്കെ ഉപ്പിലിടാനും ജ്യൂസ് അടിക്കാനൊക്കെ നല്ല. ചാമ്പയ്ക്കയും അച്ചാറിടും, നല്ല ടേസ്റ്റാണ്. ചാമ്പയ്ക്ക മീനിൻ്റെ അകത്തൊക്കെ ഒത്തിരി പഴുത്തയല്ല പച്ചയൊക്കെ മീൻ തോരൻ വെക്കുമ്പോഴെന്നുണ്ടെ അരിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് തോരൻ വെക്കാനൊക്കെ നല്ലതാണ്.
ഞാൻ കേട്ടിട്ടുണ്ട്. ചാമ്പയ്ക്ക തന്നെയും തോരൻ വെക്കുന്നു. നല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പം വിഷമുള്ളതല്ലേ. നമ്മൾ തന്നെ നമ്മുടെ അയ്യത്തുണ്ടാകുന്നതാകുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ലേ. എന്താന്നേലും ഈ വേലിച്ചീര, മൈസൂർ ചീര, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളില്ലേ. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ചേമ്പ്, ചേന, ഇഞ്ചി ഇതൊക്കെ അയ്യത്ത് കൃഷിയായിരുന്നു. പിന്നീട് അങ്ങ് റബ്ബറൊക്കെ ആക്കിയത്. പിന്നെ നമ്മുടെ പറങ്കാണ്ടി, കശുമാവെന്ന് പറയത്തില്ല, അതൊക്കെ. അപ്പോൾ ഈ ചേനയുടെയൊക്കെ തണ്ടെടുത്തന്ന് മീനിൻ്റെ അകത്ത്, ഉണക്കമീൻ്റെ അകത്ത് ചേനയുടെയും പൊട്ട ചേമ്പും താളെന്ന് പറയും, അതൊക്കെ ഇട്ട് കറി വെക്കുമായിരുന്നു. ഇപ്പോൾ ചില വീഡിയോയിലൊക്കെ ചേമ്പും താള് കറി എന്നൊക്കെ ഇങ്ങനെ ഇടുന്നത് കാണുമ്പം സത്യം പറഞ്ഞാൽ അതൊക്കെ ഓർക്കും ഞാൻ അന്നേരം. ഇന്ന് ഞാൻ ഈ പോകയ്ക്കകത്തെ ഒരു ഇച്ചിരി സ്വല്പം പച്ചമുളക് ഇടാതെ മുളക് പൊടി ഇട്ട്. ഇന്നാളെ ഞാൻ മുളക് പൊടിയാണ് ഇട്ടത്. അപ്പോൾ ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ ഉപ്പ് നീരാണ് ഇപ്പം ചേർക്കുന്നത്, ഉപ്പിച്ചിരി കലക്കിയിട്ടേ. അപ്പോൾ അവർക്കുള്ളത് എടുത്തങ്ങ് മാറ്റി. അവർക്ക് ഉരുളൻകിഴങ്ങൊക്കെ ഞാൻ ചേർത്തായിരുന്നു. പിന്നെ ലാസ്റ്റിലെത്തിയത് ഞങ്ങൾക്ക് മൂന്നിനുള്ളതിൽ ഈ കപ്പലണ്ടി ഇട്ട്. ഈ കപ്പലണ്ടി ഇടയ്ക്കൊന്നിട്ട് കടിക്കുമ്പോഴൊരു നല്ല ടേസ്റ്റ്. ഈ പിള്ളേർക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത അംഗം എന്ന് പറയുന്നത് നമ്മുടെ പാത്രം കഴുകുക. അന്നേരം ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകി. ഇപ്പം ഇനി ഇച്ചിരി കാണിക്കുന്ന വീഡിയോ ഇന്നത്തെ ഇപ്പം ഞാൻ എടുത്തതാണ്. ഈ മഴ ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ ചിന്തിച്ചത് മഴ എടുക്കാമെന്ന്. അപ്പം വൈകുന്നേരം ആയണേ ബിൽഡിങ് അപ്പുറം ഇപ്പുറമുള്ള ബിൽഡിങ്ങിലൊക്കെ ഉള്ളവരെ നമുക്ക് കാണാൻ പറ്റും. ഈ ലൈറ്റൊക്കെ ഇട്ട് കർട്ടനൊക്കെ മാറ്റി ഇട്ടേക്കുവാണെങ്കിൽ നമുക്ക് അവരെയും കാണാം. നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഈ മരങ്ങളൊക്കെ ഒന്ന് കോതി വെട്ടി ഇവിടുത്തെ ഒരു മരമൊക്കെ ചാഞ്ഞ് വീണുകൊണ്ട് എല്ലാവരെയും കാണാം. മഴ എപ്പോൾ തുടങ്ങിയതാണെന്നറിയാമോ? ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് അപ്പുറം ഇപ്പുറമുള്ള ബിൽഡിങ്ങിലൊക്കെ ഉള്ളവരെ കാണാം, ലൈറ്റ് ഇട്ടേക്കുന്നുണ്ട്. നമ്മുടെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങാണ്. പുസ്തകമൊക്കെ ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്നേ ഉള്ളൂ ബാഗിൽ നിന്ന്. എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് പഠിക്കാൻ ഇച്ചിരി നേരം ഇരുന്ന് ടൈം പാസ് ചെയ്തോട്ടെന്ന് വെച്ച്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ് പഠിക്കണമെന്ന്. അപ്പോൾ ഒരു മുട്ടക്കറി ഉണ്ടാക്കാനാണ് ഞാൻ ഉച്ചയ്ക്ക് ഇവർക്ക് ചപ്പാത്തിക്കൊക്കെ. ഇതെൻ്റെ വേസ്റ്റ് ഇടുന്ന പാത്രം. ഞാൻ വേസ്റ്റ് എടുക്കാൻ പാത്രം നല്ല ബൗളായിരുന്നു. ഇതും ഒരു നീലയും. എപ്പോഴും എൻ്റെ അടുത്ത് റീച്ചാൻ പറയും ഗ്യാസിൻ്റെ അടുത്ത് വെക്കല്ലേ എന്ന്. ഞാനില്ല, ഗ്യാസിൻ്റെ അടുത്ത് വെച്ച് ഇതും വക്ക് ഇച്ചിരി ഒന്ന് ഉരുകി, മറ്റേ ബ്ലൂവും വക്ക് ഇത്തിരി ഉരുകി. നല്ല ഒരു സെറ്റായിരുന്നു 6 എണ്ണം. ഏറ്റവും വലുത്, അതിനേക്കായി ചെറുത്, അങ്ങനെ ഉള്ളത്. ഈ 2 എണ്ണം വക്ക് പോയി. അതാ പറയുന്നത്. എന്തെങ്കിലും ഒന്ന് ഞാൻ അനുസരിക്കാതിരുന്നതല്ല, വഹിച്ചടിച്ച് അങ്ങനെ കൊണ്ടുവച്ച് ചൂടത്തായിപ്പോയി, അതങ്ങ് ഉരുകിപ്പോയി. അപ്പോൾ ഈ നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ പണിയല്ലേ മൊത്തത്തിൽ. അപ്പോൾ ഈ എന്താ പറയുന്നത്, ഈ ഡ്രില്ലിൻ്റെ അങ്ങനെയൊക്കെയുള്ള സൗണ്ട് ഭയങ്കരമാണ്. ഞാൻ ഇച്ചിരി സവാളയും ഉരുളൻകിഴങ്ങും എല്ലാം കൂടെ ഒന്ന് വഴട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് വഴന്ന് വരട്ടെ. ചപ്പാത്തിക്ക് ഇതാണെങ്കിൽ പ്രീസമോന് കാപ്പി, പോൾമോന് കാപ്പി, എല്ലാവരും കാപ്പി. എനിക്ക് ഇട്ടിട്ടില്ല. മുട്ട ഇവർക്ക് 4 പേർക്കും ഇട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. അന്ന് വാങ്ങിച്ച മത്തി ഞാൻ കാണിച്ചില്ലായിരുന്നോ, വലിയ മത്തി, അതെടുത്തൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇന്നൊന്ന് കറി വയ്ക്കാനായിട്ടേ. മത്തിയും അയലയും ഉണ്ടായിരുന്നു. അത് രണ്ടും നല്ലതായിരുന്നു. എനിക്ക് അത്ര അങ്ങോട്ട് നല്ലതായിരിക്കുമെന്നൊരു വിശ്വാസമില്ലായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റുള്ള നെയ്മത്തിയായിരുന്നു, നല്ല രുചിയായിരുന്നു. ഈ നെയ്മത്തി വറക്കാൻ നല്ലതാണ്. പക്ഷെ വറുത്ത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നത് കൊണ്ട് ഒത്തിരി അങ്ങ് ഓപ്പൺ സ്പേസ് അല്ലല്ലേ കിച്ചണൊക്കെ. ആ മണം എത്രയ്ക്കാണെങ്കിലും ആ സ്മെല്ല് അവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും. അതൊരു വല്ലാത്ത ഇതാണ്. വറുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മ ഈ മത്തിക്കകത്ത് ഈ നെയ്യ് തന്നെ എടുത്തിട്ട് മീൻ വറക്കാൻ നേരം ഈ നെയ്യിട്ട് വറക്കും. എന്നിട്ട് കപ്പയൊക്കെ, നാട്ടിലൊക്കെ പണ്ട് സ്ഥിരം കപ്പയൊക്കെ വേവിക്കുമായിരുന്നല്ലേ, കപ്പയൊക്കെ വേവിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തിട്ട് കപ്പ നമുക്ക് ഇളക്കി കഴിക്കാൻ തരും.
നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ് അതിൻ്റെ ആ നെയ്യും എല്ലാം കൂടെ. പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെ ആരും അങ്ങനെയൊന്നും കഴിക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടത്തെ ആഹാര രീതികളെ അല്ലല്ലോ ഇപ്പം. ഇപ്പം എല്ലാവർക്കും ഇത് ഇച്ചീച്ചിയാന്ന് പറയാൻ വേണേ. എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് വലിയ മീനായതുകൊണ്ട് ഇതിൽ നിന്നൊരു വാലൊരു 3-4, ഇവിടെ റേച്ചാൻ അങ്ങനെ കഴിക്കാറില്ലല്ലേ. കൊച്ചും പക്ഷേ ഇതൊക്കെ അവന് മുള്ളാന്നും പറഞ്ഞ് പോൾമോൻ നന്നായിട്ട് കൊച്ചിലേ എടുത്ത് കഴിക്കുമായിരുന്നു. ഇവൻ എന്തോ പക്ഷേ ഈ കറിയുടെ വാല് ഈ കഴുത്തിൻ്റെ അവിടെ കൊടുക്കത്തില്ല. അവിടെ ആണെങ്കിൽ കുറേയും കൂടെ മുള്ളുണ്ടല്ലേ. ആ വാലിൻ്റെ അവിടെ ഞാൻ ഇളക്കി കൊടുത്താലും അവൻ എങ്ങനെയും ഉഴപ്പിയെടുക്കും. പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലേ വാല് എടുത്ത് 4 പീസ് ഞാൻ എടുത്ത് വറുത്തന്നു. അപ്പോൾ വറുത്തത് കുഴപ്പമില്ലായിരുന്നു, അവൻ കഴിച്ചു. എന്നാലും ഒത്തിരി കഴിച്ചാൽ ഒരു 1-2 ഞാൻ ഇളക്കി കൊടുത്തതേ കഴിച്ചുള്ളൂ. നമ്മൾ കഴിക്കുമ്പം പിള്ളേരൊക്കെ കഴിക്കാതിരുന്നത് നമുക്കതൊരു വിഷമമാണ്. ഇപ്പം മിക്ക കാര്യങ്ങളും ഇവർ പണ്ട് കഴിക്കാത്തതൊക്കെ ഇപ്പം കഴിച്ച് ശീലിക്കുന്നുണ്ട്. നെയ്മത്തിക്കൊരു കുഴപ്പമുണ്ട്, നമ്മളിങ്ങനെ ഇട്ട് ഉരച്ച് കഴുകും തോറും അതിൻ്റെ സ്കിന്നൂടൊക്കെ ചിലപ്പോൾ പോവും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇട്ടങ്ങ് ഉരയ്ക്കാൻ പോയില്ല. അപ്പോൾ ഈ മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ കൊച്ചാന്നേലും ഇത്തിരി ചാറൊഴിച്ച് കഴിക്കും. പിന്നെ മറ്റവന് പിന്നെ മോര് ഇരിപ്പുണ്ട്, മോര് ഇതുകൂടെ ആകുമ്പോൾ അവന് സുഖം. എനിക്കാന്നേലും പിന്നെ ഞാൻ ഇച്ചിരി ചാറെടുക്കും. മീനുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ചാറല്ല, കഷ്ണം ഞാൻ എടുക്കും. ഞാൻ പറഞ്ഞ ഇച്ചിരി മീൻ ഇല്ല, പണ്ടുള്ളവർ പറഞ്ഞാൽ ഇച്ചിരി മീൻ ചാറുണ്ടായിരുന്നെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞ പോലെ ഇച്ചിരി മീൻ ചാറൊഴിച്ച് ഇച്ചിരി ചോറ് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരിതാണ്. ഇപ്രാവശ്യം എന്തോ എനിക്ക് ഉപ്പ് മിക്കതിലും ഉപ്പ് എനിക്ക് ഇത്തിരി മുന്നോട്ടാണ് നിൽക്കുന്നത്. ഇടുന്നത് ഇച്ചിരി കൂടി പോകുന്നുണ്ട്. ഇന്നാളിലും ഒരു അബദ്ധം പറ്റി, ഇന്നാളി മീൻകറിക്കും അബദ്ധം പറ്റി. അന്നേരം ഞാൻ ഉരുളൻകിഴങ്ങിട്ട് പിന്നെ ഒരു വിധത്തിലത് കുഴപ്പമില്ലാതായി. ഞാനിവിടെ ഇപ്പം നമ്മുടെ മുട്ടക്കറിയുടെ അത് ഞാൻ നിർത്തി വെച്ചേക്കുമായിരുന്നു. കാരണം നന്നായി എല്ലാം വറ്റിയൊക്കെ തിളച്ചൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഈ മീൻകറിയൊക്കെ വെക്കാൻ പോയതുകൊണ്ട് ഞാനത് ഓഫാക്കി. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ നമ്മുടെ സാധാ കവർ പാലുണ്ടല്ലേ, അത് ഇച്ചിരി കാച്ചിയതുണ്ടായിരുന്നു, അതൊരു ഇച്ചിരി അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലൊഴിക്കാം, മലായി വേണമെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പം സാധാ പാലാണ് ചേർത്തത്. അപ്പോൾ മുട്ടക്കറി റെഡിയായി. പിന്നെ ഇത്തിരി തൈരുണ്ടായിരുന്നു, അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് മോര് കാച്ചാനേ. പിന്നെ ഇപ്പോൾ അധികം വെള്ളം ഒത്തിരി അങ്ങ് ചിലവാകുന്നില്ല. അതുകൊണ്ട് ഇപ്പം എല്ലാം വെള്ളമൊക്കെ ഒന്നെല്ലാ ബോട്ടിലുകളിലൊക്കെ രാവിലെ നിറയ്ക്കേണ്ടവർക്കൊക്കെ നിറച്ച് വെച്ചു. അപ്പം ഞാൻ ബാക്കിയുള്ളതുകൂടെ ഒന്ന് നിറച്ചിട്ട് ഈ ചരുവത്തിലെ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ വെള്ളം കുടിക്കാനായിട്ട് തിളപ്പിക്കാൻ വെക്കുന്നത്. അപ്പോൾ മോരൊക്കെ ഞാൻ ഇങ്ങനെ ഇത്തിരി ഉപ്പൊക്കെ ഇട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ കടുകൂടെ വറുത്തെടുക്കുമ്പോൾ നമ്മുടെ മോര് കറി ഇപ്പോൾ പോൾമോൻ ഇതൊരു 4-5 ദിവസം കുശാലായിട്ടുണ്ട്. എല്ലാം ഒന്ന് ഒതുങ്ങി. മോരുകറിയായി, മീൻകറിയായി, മുട്ടക്കറിയായി. അത് കഴിഞ്ഞ് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. തുണിയൊക്കെ ഉണങ്ങാൻ ഇപ്പോൾ ഭയങ്കര പാടാണ്. പിന്നെ ഈ ഇടനാഴി ഉള്ളതുകൊണ്ട് ഞാൻ ജീവിച്ചു പോന്നു. എല്ലാം ഞാനവിടെ ഇതിപ്പോൾ ഇടനാഴിയിൽ ഇവിടെ എല്ലാം ഞാൻ വിരിച്ചിട്ടു. ഫ്രണ്ട് റൂമിൽ ഞാൻ ഇങ്ങനെ ഇട്ടാലും ഇത് ഫ്രണ്ട് റൂമിൽ ഇങ്ങനെ ഇട്ടേക്കും. ഇവിടെ അകത്ത് ഞങ്ങൾ ഒരു ഇച്ചിരി വെയിൽ ഇന്നിപ്പോൾ കണ്ടതുകൊണ്ട്, ഇത് നേരത്തെ ഇന്നത്തെ വീഡിയോ അല്ല, നേരത്തെ എടുത്ത വീഡിയോ. അന്നൊരു ഇച്ചിരി വെയിലുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് വെളിയിലിട്ട്, നമ്മൾ ഈ റിൻസ് ചെയ്ത് വരുന്നതായതുകൊണ്ട് ഒരു ഇച്ചിരി ഒന്ന് വെയിലടിച്ചാൽ അതങ്ങ് പെട്ടെന്ന് ഉണങ്ങിക്കോളും. അപ്പോൾ അത് ഇച്ചിരി ഒന്ന് വെയിൽ വന്നാൽ ഞാൻ വെളിയിലിട്ട് പിന്നെ എല്ലാം ജോലിയൊക്കെ ഒതുങ്ങിയിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ അകത്ത് ഇടും. അല്ലെങ്കിൽ മഴ വന്നാൽ അറിയത്തില്ലല്ലേ. എത്രയും പാസേജ് ഇടാമോ അത്രയും പാസേജ് ഇടും. പിന്നെ നമ്മളങ്ങ് എല്ലാ ജോലി കഴിഞ്ഞിട്ട് അകത്ത് കയറുന്നുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ അകത്തിട്ടിട്ടേ ഞാൻ കയറിപ്പോത്തുള്ളൂ. വെളിയിലിട്ടാൽ എറിച്ചിലടിച്ച് അത് നനയും. എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ആടി കിടന്ന് ഉറങ്ങുക. അപ്പം പോൾമോൻ കോളേജിൽ പോയേക്കുക, ഞാനും ഡാഡിയേ ഉള്ളു. അപ്പം മീൻകറിയൊക്കെ വറ്റി. ഞാൻ പറഞ്ഞില്ലേ മീൻകറി ഇന്നും ഒരു ഇച്ചിരി ഉപ്പായി. ഞാൻ അന്നേരം തിളച്ചപ്പോഴേ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ വട്ടത്തി കീറിയിട്ട് ഇച്ചിരി നേരം അങ്ങനെ അത് കിടന്നപ്പോൾ അതങ്ങ് വെന്ത്. ഞാനിങ്ങനെ കൈ കൊണ്ടൊന്ന് ഉടച്ചുണ്ടെങ്കിൽ അത് ഉടയുന്നുണ്ട്. അപ്പം വെന്ത്. കൊച്ചന് കഴിക്കാൻ കൊടുത്തോണ്ടെങ്കിൽ അവൻ പറഞ്ഞാൽ വെന്തിട്ടുണ്ടോ മീൻ. പിന്നെ ഞാൻ മുട്ടക്കറി ചീനച്ചട്ടി എന്നൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഞാൻ പറഞ്ഞില്ല ഇച്ചിരി ഗ്രേവി ആയിട്ട് വേണം കറി ചെയ്യുന്നത്. അതുകൊണ്ട് മുട്ടക്കറി ഇച്ചിരി ഗ്രേവി ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. എന്നിട്ട് ആ ബെല്ലൈക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും.
അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.